നമുക്ക് ഇപ്പോൾ ഇതല്ല അത്യാവശ്യം. നമുക്ക് ആവശ്യമുള്ളത് distribution of legislative subjects. അതായത് ഇവിടെ സെൻട്രൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് റിലേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് സബ്ജക്ട്സ് ഇൻ ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ആൻഡ് ലിസ്റ്റ് 3. അതായത് ഒന്ന് നോക്കിയാൽ നമുക്ക് 3 ലിസ്റ്റ് ആണുള്ളത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. 3 ലിസ്റ്റ് ആണുള്ളത്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ലക്ഷ്മികാന്ത് വായിച്ചാൽ മതി, ഞാൻ പറയുന്നത് കേൾക്കുക. ഇപ്പൊ 1-2 കാര്യങ്ങളാണ്. ഒന്ന്, പാർലമെന്റ് ഹാസ് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഓവർ യൂണിയൻ ലിസ്റ്റ്. അതായത് എല്ലാ കണ്ടീഷനിലും എല്ലാ സിറ്റുവേഷൻസിലും ഏത് കണ്ടീഷൻ എടുത്താലും പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ് ഇൻ യൂണിയൻ ലിസ്റ്റ്. പാർലമെന്റിനാണ് ഇവിടെ ലോ ഉണ്ടാക്കാൻ പറ്റുന്നത്, യൂണിയൻ ലിസ്റ്റിൽ ലോ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ലൈക്ക്വൈസ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇൻ നോർമൽ സർക്കംസ്റ്റാൻസസ്. അതായത് നോർമലി എല്ലാ കണ്ടീഷൻസും ആര് തന്നെ ഉണ്ടാക്കേണ്ടത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ, അല്ലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടാക്കേണ്ടത്. പക്ഷെ അവിടെ എന്തുണ്ട്? നോർമൽ സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് 5 എക്സ്ട്രാ കണ്ടീഷൻസ് ഇൻ വിച്ച് പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ് ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ്. ഇതും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് പറയുന്നുണ്ട്. 5 കണ്ടീഷൻ ഉണ്ട്. വേറൊരു 5 കണ്ടീഷനിൽ പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ് ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആസ്പെക്ടിനെ നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണത്. ഓക്കെ. പക്ഷെ നോർമലി സ്റ്റേറ്റ് ലിസ്റ്റിൽ ആർക്കാണ് ഉണ്ടാക്കാനുള്ള റോള്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനാണ് റോൾ. ആൻഡ് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്യാൻ മേക്ക് ലോസ് ഇൻ കൺകറന്റ് ലിസ്റ്റ്. രണ്ടുപേർക്കും ലോ ഉണ്ടാക്കാനുള്ള പവർ എവിടെ ഉണ്ട്? കൺകറന്റ് ലിസ്റ്റിലുണ്ട്. കൺകറന്റ് ലിസ്റ്റിൽ എന്ത് ചെയ്യാം? ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ക്യാൻ മേക്ക്, അല്ലെങ്കിൽ പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്യാൻ മേക്ക് ലോസ് ഇൻ കൺകറന്റ് ലിസ്റ്റ്. പക്ഷെ അവിടുത്തെ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് whenever there is a conflict between parliamentary law and legislative law, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ, whenever there is a conflict between the laws made by parliament or laws made by the state legislature, then the parliamentary laws will prevail. അതായത് പാർലമെന്റ് ഉണ്ടാക്കിയ ലോ ആയിരിക്കും എന്ത് ചെയ്യുക? കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുക, അതായിരിക്കും പ്രിവെയിൽ ആവുക. ഓർത്തിരിക്കുക, കൺകറന്റ് ലിസ്റ്റിൽ എന്താണ്? ബോത്ത് ഹാവ് ദ പവർ, ബട്ട് പാർലമെന്ററി the laws made by the parliament will prevail over it. പ്രിവെയിൽ ചെയ്യുന്ന ഏതായിരിക്കും? പാർലമെന്റ് ഉണ്ടാക്കുന്ന ലോ ആയിരിക്കും. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് ഞാൻ ഈ പറയുന്ന 3 ലോസും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ്, അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷൻ പറഞ്ഞത് നമ്മൾ 3 ലിസ്റ്റിൽ പറഞ്ഞു, 3 ലിസ്റ്റിലുള്ള പവർ പറഞ്ഞു. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് പറഞ്ഞു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇൻ നോർമൽ സർക്കംസ്റ്റാൻസസ് എന്നാ പറഞ്ഞത്. എന്താണ് ഈ അബ്നോർമൽ സർക്കംസ്റ്റാൻസസ്? ഒന്നാമത്തെ ആണ് വെൻ രാജ്യസഭ പാസസ് എ റെസൊല്യൂഷൻ വിത്ത് അണ്ടർ ആർട്ടിക്കിൾ 249. ആർട്ടിക്കിൾ 249 അടിയിൽ എന്തുണ്ട്? രാജ്യസഭയ്ക്ക് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാം. ദാറ്റ് ഈസ് എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ എ സ്പെഷ്യൽ മെജോറിറ്റി. ഇപ്പൊ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പഠിച്ചാൽ മതി. നമുക്ക് ലോക്സഭയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഓരോ മെജോറിറ്റീനെയും പഠിക്കാം. ഇപ്പോൾ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയാം. ദാറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ 2/3 ഓഫ് മെമ്പർ പ്രസന്റ് അറ്റ് വോട്ടിംഗ് ആൻഡ് ടോട്ടൽ മെമ്പർഷിപ്പ്. അതായത് ടോട്ടലിന്റെ മിനിമം 51%, അതുപോലെ തന്നെ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാർലമെന്റിന് എന്ത് ചെയ്യാം, അല്ല രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാം? ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാം. എന്തിനു വേണ്ടി റെസൊല്യൂഷൻ പാസ്സാക്കാം? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ പാർലമെന്റിന് ഒരു ലോ ഉണ്ടാക്കാം എന്നുള്ളൊരു റെസൊല്യൂഷൻ ആർക്ക് പാസ്സാക്കാം? ഈ രാജ്യസഭയ്ക്ക് പാസ്സാക്കാം. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഒന്ന്, ദ റെസൊല്യൂഷൻ വിൽ ബി ഇൻ ഫോഴ്സ് ഫോർ 1 year. 1 വർഷത്തേക്കാണ് ഇതിന്റെ കാലാവധി ഉള്ളത്. അതുപോലെ തന്നെ ഇതെന്ത് ചെയ്യാം? എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കാം. ഓരോ 1 year അറ്റ് എ ടൈം റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കാം. ആൻഡ് ദ ലോസ് സീസ് ടു ഹാവ് എഫക്ട് ഓൺ എക്സ്പയറേഷൻ ഓഫ് 6 months ആഫ്റ്റർ ദി റെസൊല്യൂഷൻ ഹാസ് സീസ് ടു ബി ഇൻ ഫോഴ്സ്. അതായത് ലോ കഴിഞ്ഞു, അല്ലെങ്കിൽ റെസൊല്യൂഷൻ വിചാരിക്കുക ഇപ്പൊ മെയ് 10 അല്ലെങ്കിൽ ഒരു ജൂൺ 10 എന്ത് കഴിഞ്ഞു? റെസൊല്യൂഷന്റെ പീരീഡ് 1 വർഷം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. പിന്നെ അത് പുതുക്കിയില്ല. പിന്നെ പ്ലസ് ഒരു 6 മാസം കൂടെ എന്ത് ചെയ്യത്തുള്ളൂ? അതിൻ്റെ അടിയിലുള്ള ലോ പ്രിവെയിൽ ചെയ്യുള്ളൂ. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇത് സസ്പെൻഡ് ആവും, അല്ലെങ്കിൽ ഡിസ്മിസ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പയർ ആയിട്ട് പോകും എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സമയത്തും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് വേണമെങ്കിൽ ലോ ഉണ്ടാക്കാം. പക്ഷേ ഏത് ലോ ആയിരിക്കും പ്രിവെയിൽ ആവുക? പാർലമെന്റ് ഉണ്ടാക്കിയ ലോ ആയിരിക്കും പ്രിവെയിൽ ആവുക. ഓർത്തിരിക്കുക, ഫസ്റ്റ് കണ്ടീഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് രാജ്യസഭ പാസസ് എ റെസൊല്യൂഷൻ വിത്ത് സ്പെഷ്യൽ മെജോറിറ്റി. ഇങ്ങനെ തന്നെ പഠിക്കുക. ആർട്ടിക്കിൾ 249, when രാജ്യസഭ പാസസ് എ റെസൊല്യൂഷൻ വിത്ത്
സ്പെഷ്യൽ മെജോറിറ്റി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിയേ, ഡ്യൂറിങ് എ നാഷണൽ എമർജൻസി. രണ്ടാമത്തെ കണ്ടീഷൻ ആണ് ഡ്യൂറിങ് എ നാഷണൽ എമർജൻസി. ആർട്ടിക്കിൾ 352 352 ആർട്ടിക്കിൾ 352ന്റെ അടിയിൽ എന്നുണ്ട് നാഷണൽ എമർജൻസി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയത്തും Parliament can make laws in state list. അതായത് എന്ത് ചെയ്യാം, the Parliament acquires the power to legislate with respect to all matters in state list while a proclamation of national emergency is in operation. ഒരു ഓപ്പറേഷനിൽ ഇരിക്കുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്ത് ചെയ്യാം, ലോ ഉണ്ടാക്കാൻ പറ്റും. ഇതെന്ത് ചെയ്യും, ഇതും അഗെയിൻ 6 months, അതായത് നമ്മുടെ എമർജൻസി കഴിഞ്ഞിട്ട് 6 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതും എക്സ്പയർ ആവും. ഓർത്തിരിക്കുക, ഇവിടെ വേറൊന്നുമില്ല. ഇവിടെ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെയും സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ലോ ഉണ്ടാക്കാം, പക്ഷേ ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ പാർലമെന്ററി ലോ പ്രിവെയിൽ ആവും. ഇവിടെ പിന്നെ റെസൊല്യൂഷന്റെ ഒന്നും ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി 352 നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തും കൂടെ വരും, ഈ പറയുന്ന പവേഴ്സ് ആർക്ക് കിട്ടും, പാർലമെന്റ് കിട്ടും. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് വെൻ നാഷണൽ എമർജൻസി ഈസ് ഇൻ ഓപ്പറേഷൻ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നോക്കിയേ, വെൻ സ്റ്റേറ്റ്സ് മേക്സ് എ റിക്വസ്റ്റ്. അതായത് ഇപ്പൊ കേരളവും തമിഴ്നാടും വിചാരിക്കുകയാണ് എനിക്ക് ഇതിനകത്ത് ലോ ഉണ്ടാക്കാനുള്ള കഴിവില്ല, നമ്മൾ ആർക്ക് കൊടുക്കുവാണ്, പാർലമെന്റിന് കൊടുക്കുവാണ് തീരുമാനിക്കുക. അപ്പൊ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ that is when legislatures of 2 or more states pass resolution requesting parliament. ഇവിടെ ഓർത്തിരിക്കുക, ഇവിടെ എത്ര സ്റ്റേറ്റ് വേണം, ഒരു സ്റ്റേറ്റിന് കൊടുക്കാൻ പറ്റില്ല. ആദ്യത്തെ കണ്ടീഷൻ 2 or more than 2 or more, അതായത് 2 or 2-ൽ കൂടുതലോ മെമ്പേഴ്സിനോ അല്ലെ സ്റ്റേറ്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചോദിക്കാൻ പറ്റുള്ളൂ. ഇവർ ചോദിക്കുന്ന സമയത്ത് പാർലമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇതില് ലോ ഉണ്ടാക്കാൻ പറ്റും. അപ്പോ എ ലോ സോ എനാക്റ്റഡ് അപ്ലൈസ് ഓൺലി ടു ദോസ് സ്റ്റേറ്റ്. ആ പാർലമെന്റ് ഉണ്ടാക്കുന്ന ലോ എവിടെ മാത്രമേ അപ്ലൈ ആവുള്ളൂ, ഏത് സ്റ്റേറ്റ് ആണോ ചോദിച്ചാൽ ആ സ്റ്റേറ്റിന് മാത്രമേ അപ്ലൈ ആവുള്ളൂ. ആൻഡ് എനി അതർ സ്റ്റേറ്റ് മേ അഡോപ്റ്റ് ദ റെസൊല്യൂഷൻ. നാളെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളവും തമിഴ്നാടും കൂടെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി അതിനകത്തൊരു ലോ ഉണ്ടാക്കി നാളെ ആന്ധ്രാപ്രദേശിനോ കർണാടകയ്ക്കോ ഉത്തർപ്രദേശിനോ ഒക്കെ ഇതിനകത്തോട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റെസൊല്യൂഷനെ അഡോപ്റ്റ് ചെയ്താൽ മതി. ആൻഡ് സച്ച് എ ലോ ക്യാൻ ബി അമെൻഡഡ് ഓർ റിപ്പീൽഡ് ഓൺലി ബൈ പാർലമെന്റ് ആൻഡ് നോട്ട് ബൈ ദ ലെജിസ്ലേച്ചർ ഓഫ് കൺസേൺ സ്റ്റേറ്റ്. അതായത് ഈ പറയുന്ന ലോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി മുന്നത്തെ കണ്ടീഷനിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആവുമെന്ന് പറഞ്ഞു. ഇവിടെ എന്ത് സംഭവിക്കില്ല, ഓട്ടോമാറ്റിക് സസ്പെൻഷൻ ഇല്ല. പിന്നെ ഇതിനെ അമെൻഡ് ചെയ്യാനോ റിപ്പീൽ ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ ഉള്ള പവർ ആർക്ക് മാത്രമേ ഉള്ളൂ, പാർലമെന്റിന് മാത്രമേ ഉള്ളൂ. പാർലമെന്റ് ഹാസ് ദ പവർ ടു റിപ്പീൽ ദ സെയിം. ഇത് റിപ്പീൽ ചെയ്യണമെങ്കിൽ പാർലമെന്റിന് മാത്രമേ പവർ ഉണ്ടാവുള്ളൂ. ഇനി ഇത് മൂന്നാമത്തെ കണ്ടീഷനാണ്. നാലാമത്തെ കണ്ടീഷൻ ടു ഇംപ്ലിമെന്റ് ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ്. ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് വിചാരിക്കുമ്പം മോൺട്രിയൽ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ക്യോട്ടോ പ്രോട്ടോകോൾ, ഇങ്ങനെ എൻവയോൺമെന്റിലൊക്കെ ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ഉണ്ട്. ഈ പ്രോട്ടോകോൾസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ പറയുന്ന ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെയും പാർലമെന്റിനാണ് പവർ ഉണ്ടാവുക. ഇവിടെ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല. പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ് ടു ഇംപ്ലിമെന്റ് ദി ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ്. ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്തത് അഞ്ചാമത്തെ കണ്ടീഷൻ. ഇപ്പൊ 4 കണ്ടീഷൻ പറഞ്ഞു. അഞ്ചാമത്തെ കണ്ടീഷൻ ആർട്ടിക്കിൾ 356ന്റെ അടിയിലുള്ള പ്രസിഡൻസ് റൂൾ. ആർട്ടിക്കിൾ 356 പ്രസിഡൻസ് റൂൾ. ഈ പ്രസിഡൻസ് റൂളിന്റെ അടിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസിഡൻസ് റൂളിൽ ജനറലി നമുക്ക് കാണാൻ പറ്റുന്നത് പ്രസിഡന്റിന് എന്തുണ്ടായിരിക്കും, അതായത് സ്റ്റേറ്റിന്റെ പവർ ആർക്ക് ട്രാൻസ്ഫർ ആവാണ്, പ്രസിഡന്റ്. അതിന്റെ കൂട്ടത്തില് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ലോ പാസ്സാക്കാനുള്ള റൈറ്റ് ആർക്ക് പോകും, പാർലമെന്റിന് പോകും. ഇവിടെ എന്ത് ചെയ്യാം, പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ് ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ് വെൻ പ്രസിഡന്റ് റൂൾ ഇൻ ആൻ ആപ്ലിക്കേഷൻ. അത് ആ സ്റ്റേറ്റിന് മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ. ഇതും എന്ത് ചെയ്യില്ല, എക്സ്പയർ ആവില്ല, ഓട്ടോമാറ്റിക്കലി എക്സ്പയർ ആവില്ല. കാരണം അത് പുതിയ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വന്ന് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഇത് പാർലമെന്റിലോട്ട് കംപ്ലീറ്റ് പവർ പോകത്തില്ല. ആരുടെ അടുത്തോട്ടാണ് പോകുന്നത്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലായിരിക്കും പവർ ഉണ്ടാവുക. പുതിയ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വന്നിട്ട് അവർക്ക് വേണമെങ്കിൽ അമെൻഡ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി എന്താവില്ല, എക്സ്പയർ ആവില്ല. ഓക്കെ, ഐഡിയ കിട്ടും. ഈ 5 കണ്ടീഷൻസും പഠിച്ചു വെച്ചേക്കണം. ലക്ഷ്മികാന്ത് നല്ലപോലെ വായിച്ചിരിക്കണം. ഇതൊരു ക്വസ്റ്റ്യൻ, ഒരു 10 മാർക്കിന്റെയോ 15 മാർക്കിന്റെയോ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഐഡിയ കിട്ടിയോ? ഇനി അടുത്തൊരു കൺസെപ്റ്റ് ആണ്, ദ ഗവർണർ ക്യാൻ റിസർവ് സർട്ടൻ ടൈപ്സ്. ലെജിസ്ലേറ്റീവിനകത്ത് തന്നെ പറയുന്നതാണ്. ആർട്ടിക്കിൾ 200 and 201 200ഉം 201ലും പറയുന്നതാണ്. ദാറ്റ് ഈസ് ഗവർണർ ക്യാൻ റിസർവ് സർട്ടൻ ബിൽസ് ടു ദി അസെന്റ് ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ അസെറ്റ് നമുക്ക് ഗവർണർ വരുമ്പോൾ സെപ്പറേറ്റ് പഠിക്കാം. ഓർത്തിരിക്കാം, ഈ ആർട്ടിക്കിൾ 200ന്റെ അടിയിൽ എന്തുണ്ട്, ഗവർണറിന് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കിയ ഒരു ബില്ല് ആരുടെ അടുത്തോട്ട് കൊടുക്കാം,
പ്രസിഡന്റ് അടുത്തോട്ട് കൊടുക്കാം. എനിക്ക് വായിച്ചിട്ട് മനസ്സിലായാൽ നിങ്ങൾ നോക്കിയിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞു. പിന്നെ പ്രസിഡന്റ് ഒപ്പിട്ടാൽ മാത്രമേ എന്താവുള്ളൂ, നിയമം ആവുള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ആർട്ടിക്കിൾ 200ന്റെ അടിയിലുള്ള ഡിസ്ക്രിഷണറി പവേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ബിൽസ് ഓൺ സർട്ടൻ മാറ്റേഴ്സ് എന്യൂമറേറ്റഡ് ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഓൺലി വിത്ത് ദ പ്രീവിയർ സാങ്ഷൻ ഓഫ് പ്രസിഡന്റ്. അതായത് നമ്മുടെ ഡിഫൻസിനെ അതുപോലെ തന്നെ ഹൈക്കോർട്ടിന്റെ ഒക്കെ പവേഴ്സിനെ ഒക്കെ അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പ്രസിഡന്റിന്റെ അടുത്ത് ചോദിച്ചിട്ട് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സെൻട്രൽ ക്യാൻ ഡയറക്ട് ദ സ്റ്റേറ്റ് ടു റിസർവ് മണി ബിൽസ്. അതായത് ആർട്ടിക്കിൾ 360 വരുന്ന സമയത്ത്, അതായത് ഫിനാൻഷ്യൽ എമർജൻസി വരുന്ന സമയത്ത് മണി ബില്ലൊന്നും ഇപ്പൊ പ്രഖ്യാപിക്കരുത് എന്ന് പറയാനുള്ള റൈറ്റ് ആർക്കുണ്ട്? സെൻട്രലിനുണ്ട്. സെൻട്രൽ ക്യാൻ ഡയറക്ട് ദി സ്റ്റേറ്റ്. ഇത് ഓർത്തിരിക്കേണ്ട. ഈ 200ഉം 201ഉം നിങ്ങൾ ഓർത്തിരിക്കുക, വളരെ അത്യാവശ്യമാണ്.